സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിലെ മതമഹാസമ്മേളനത്തിൽ പോയി ലോകത്തിൻ്റെ നെറുകയിൽ ഭാരതീയ വിജയ വൈജയന്തി പാറിക്കളിപ്പിച്ചുവെങ്കിൽ അതിലേറ്റവും പ്രധാനമായ ഒരു വസ്തുത ഈ അങ്ങേയറ്റത്തെ ദ അൾട്ടിമേറ്റ് ലിബറൽ തോട്ട് അദ്ദേഹം അവിടെ വെച്ചു, ഹിന്ദു തോട്ട് അവിടെ വെച്ചു എന്നത് തന്നെയാണ്. അദ്ദേഹം തുടക്കം കുറിച്ചു, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു ദ മദർ ഓഫ് ഓൾ റിലിജിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തൻ്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിനടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിന് സത്യം പറയാൻ ആരുടെയും മോൻ നോക്കേണ്ടിയിരുന്നില്ല. സാഗരിക ഘോഷ് എന്ന് പറയുന്ന ഒരു TMC പ്രവർത്തകയുണ്ട്. TMCയിൽ ചേരുന്നതിന് തൊട്ട് മുമ്പ് വരെ സ്വതന്ത്ര പത്രപ്രവർത്തകരായിരുന്നു, നമ്മുടെ MV നികേഷിനെയൊക്കെ പോലെ സ്വതന്ത്ര പത്രപ്രവർത്തകർ. അപ്പോൾ ഈ സ്വതന്ത്ര പത്രപ്രവർത്തക ഒരു ട്വീറ്റ് ചെയ്തു, ഈ 75-ാം വർഷത്തിൻ്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞ് ഭാരതത്തിൻ്റെ ആ ചിരപുരാതനത്വവും നിത്യനൂതനത്വത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ സഹി കെട്ടിട്ട് സാഗരിക ഘോഷ് അന്നൊരു ട്വീറ്റ് ചെയ്തു, അരയോ ബാബ വേർ വാസ് യുവർ ഇന്ത്യ ബിഫോർ ബ്രിട്ടൻ കെയിം ഹിയർ? ഇറ്റ് വാസ് ജസ്റ്റ് എ ലാൻഡ് മാസ് ഇൻ ബിറ്റ്വീൻ ബർമ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. എൻ്റെ ഒരു സുഹൃത്ത് അതിനൊരു മറുപടി എഴുതി, ശരിയാണ് മാഡം, അതുകൊണ്ടാണല്ലോ ബ്രിട്ടീഷുകാർ വരുമ്പോൾ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് അവരതിൻ്റെ പേരിട്ടത് ബ്രിട്ടീഷ് ഈസ്റ്റ് ലാൻഡ് മാസ് ഇൻ ബിറ്റ്വീൻ ബർമ ആൻഡ് അഫ്ഗാനിസ്ഥാൻ കമ്പനി എന്ന്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത് ഒരു രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം എന്നാൽ അത് ബൗദ്ധികവും മാനസികവും കായികപരവുമായിട്ടാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം 47-ൽ കായികമായ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നമുക്കറിയാം. പക്ഷേ ബൗദ്ധികവും മാനസികവുമായ ഒരു സ്വാതന്ത്ര്യം ഭാരതത്തിന് ലഭിച്ചോ എന്നുള്ള ചോദ്യങ്ങൾ നിരവധി ഉയർന്നു വന്നു. ഇന്ന് ഈ 77 വർഷങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാഷ്ട്രം അങ്ങനെ മാനസികവും ബൗദ്ധികവുമായ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയോ എന്നുള്ള ഒരു ചോദ്യം ഉയരുമ്പോൾ നന്ദകുമാർജിക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. കഴിഞ്ഞ 27 വർഷങ്ങളായി തുടരുന്ന ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു പങ്കാളിത്തമാണ് എൻ്റേത്. പുസ്തകോത്സവം തുടങ്ങിയ നാൾ മുതൽ ശ്രീ EN നന്ദകുമാറിനോടൊപ്പം ഇതിൽ പല പല റോളുകളും നിർവഹിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ സെക്യൂരിറ്റി നിൽക്കുന്നത് തുടങ്ങി ഇപ്പോൾ ഇവിടെ ഒരു സംവാദവേദിയിലിരിക്കുന്ന ആൾ വരെയായി ഉള്ള ഒരു പങ്കാളിത്തം ഇതിലുണ്ട് എന്നതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് വന്നതുപോലെയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് അവസരം ഉണ്ടാക്കി വിളിക്കാൻ വല്ലതും മറന്നെങ്കിൽ ഓർമ്മിപ്പിച്ച് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും വായുജിത്ത് ഈ വിഷയത്തിൽ തുടക്കം കുറിച്ച ചോദ്യം വളരെയേറെ പ്രസക്തമായ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. ഒരു മഹത് രാഷ്ട്രത്തിനായുള്ള ഒരു മഹാഖ്യാനം, ഇതിൻ്റെ ഒരു ഇംഗ്ലീഷിനേക്കാൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ പ്രയാസമുള്ള ട്രാൻസ്ലേഷനാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം ലളിതമായിട്ട് അവർ ഇംഗ്ലീഷിൽ തന്നെ ഈ ചർച്ചയ്ക്ക് ഇങ്ങനൊരു പേരിട്ടത്. ഭാരതത്തിന് മഹത്തരമായ ഒരു ഭാവി ഉണ്ടാകണം എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യഥാർത്ഥ നരേറ്റീവിനെ നമുക്ക് രാഷ്ട്ര ചിന്തയുടെ, രാഷ്ട്ര ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സ്ഥാപിച്ചേ മതിയാവുകയുള്ളൂ. അത് വർഷങ്ങളായി വായു പറഞ്ഞപ്പോൾ അതിനൊരു 77 വർഷത്തെ ചരിത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ കാണുന്നത് ചുരുങ്ങിയതൊരു 1000 വർഷമായി തുടരുന്ന ഒരു നരേറ്റീവ് വാറിന്, ഒരു ആഖ്യാന യുദ്ധത്തിന് നാം ശരവ്യരാണ്, നമ്മൾ ഇരകളാണ്. ആദ്യ ഘട്ടത്തിൽ ഉണ്ടായ ഭാരതത്തിലേക്ക് നടന്ന ആക്രമണത്തിൻ്റെ കാലഘട്ടത്തിൽ ആ ആക്രമണത്തിന് മറ്റൊരു സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതലും ശാരീരികമായ ആക്രമണം, മതപരമായ ആക്രമണം ഒക്കെ ആയിരുന്നു. എങ്കിൽ യൂറോപ്യൻ ആക്രമണം, കൊളോണിയൽ ആക്രമണ കാലത്ത് തുടങ്ങിയതാണ് ഈ ഒരു വിചാരയുദ്ധം അല്ലെങ്കിൽ ആഖ്യാന യുദ്ധം. അവർക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു ശാരീരിക ശേഷി കൊണ്ട് മാത്രം ഭാരതത്തെ ദീർഘകാലം ഭരിക്കാൻ സാധ്യമല്ല എന്ന്. അതുകൊണ്ട് അവരാരംഭിച്ച ആ ഒരു നരേറ്റീവ് വാർ ബൗദ്ധികമായി നമ്മളെ കീഴടക്കി, തളർത്തി, ഷണ്ണീകരിച്ച് ഭരണം നടത്താം എന്ന അവരുടെ ഉദ്ദേശ്യം.
പല മേഖലയിലൂടെയും പിന്നീട് വരുന്ന ചർച്ചയിലെ ചോദ്യങ്ങൾക്ക് അനുസൃതമായി അതിൻ്റെ വിശദീകരണം ഞാൻ പറയാം. അങ്ങനെ തുടർന്നു പോകുന്ന ഭാരതത്തിൻ്റെ ബൗദ്ധിക സാംസ്കാരിക മേഖലയിലെ സ്വാതന്ത്ര്യം കൂടി സംഭവിക്കേണ്ടതായിരുന്നു 1947 അല്ലെങ്കിൽ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയ്ക്ക് പ്രാരംഭം കുറിക്കേണ്ടിയിരുന്നു ഭരണത്തിലേക്ക് എത്തിയ ഭരണാധികാരികളും അവർക്ക് പിന്തുണ കൊടുക്കുന്ന വൈചാരിക സമൂഹവും. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അന്നത് സംഭവിച്ചില്ല എന്നത് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഒരു ബൗദ്ധിക സ്വാതന്ത്ര്യം, ഒരു വൈചാരിക സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ മേഖലയിലെ സ്വാതന്ത്ര്യം, തനതായ വ്യാവസായിക ആസൂത്രണത്തിൻ്റെ മേഖലയിലെ സ്വാതന്ത്ര്യം, കൃഷി എന്ത് നടത്തണമെന്ന് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ നമുക്ക് വേണ്ടിയിരുന്നു. സ്വാമി വിവേകാനന്ദൻ്റെ ഉദ്ധരണിയിൽ നിന്നൊരു ഭാഗം വായു ഉദ്ധരിച്ചു, വായുവിടെ പറഞ്ഞു. അതേപോലെ പ്രധാനമാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ധൈഷണിക നേതൃത്വം വഹിച്ച മഹാനായ അരവിന്ദ മഹർഷിയുടെ ഒരു പ്രഖ്യാപനം. അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പറയുന്ന ഒരു കാര്യമുണ്ട്. അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം എവേക്കനിങ് ഇന്ത്യൻ സോൾസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘമായ പ്രഭാഷണം ഒരു ചെറു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അവേഴ്സ് ഇസ് നോട്ട് എ മെക്കാനിക്കൽ ടാസ്ക്. അദ്ദേഹം അഭിസംബോധന ചെയ്തത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായ ദേശഭക്തരായ യുവാക്കളെ ആയിരുന്നു. ആ യുവാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മുടേതൊരു യാന്ത്രികമായ ദൗത്യമല്ല, ഇറ്റ് ഈസ് സ്പിരിച്വൽ ആൻഡ് ആൻ ഇന്റലക്ച്വൽ വാർ. സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാ മേഖലയെയും ഒരുപോലെ കണ്ടിരുന്ന ഒരാളാണ്. വിപ്ലവത്തിൻ്റെ മേഖലയെ ആയുധമെടുത്തുള്ള പോരാട്ടത്തിൽ വിപ്ലവകാരികൾ പലരും എത്തിപ്പെടാൻ മടിച്ചിരുന്ന മേഖലയിലൂടെ നിരന്തരം സഞ്ചാരം നടത്തിയ അരവിന്ദ മഹർഷി എന്ന വിപ്ലവകാരി, അരവിന്ദ മഹർഷി എന്ന ആധ്യാത്മിക ആചാര്യൻ, അരവിന്ദ മഹർഷി എന്ന മഹാനായ ചിന്തകൻ പറയുന്നു, അവേഴ്സ് ഇസ് നോട്ട് എ മെക്കാനിക്കൽ ടാസ്ക്, ഈവൻ നോട്ട് എ പൊളിറ്റിക്കൽ ടാസ്ക്. അതേ പറയാൻ, ഇതൊരു രാഷ്ട്രീയ ദൗത്യവും മാത്രമല്ല, അതിനുമപ്പുറം ഇതിനൊരു ആധ്യാത്മികതയുടെ, വൈചാരികതയുടെ, ബൗദ്ധിക ധൈഷണിക മേഖലയുടെ, സാംസ്കാരിക തല, ഇതെല്ലാം ഉള്ളതാണ് ഇത്. അതുകൊണ്ട് സ്വാതന്ത്ര്യലബ്ധിക്കായുള്ള നമ്മുടെ പരിശ്രമം രാഷ്ട്രീയ മേഖലയിൽ മാത്രമായി ഒതുക്കുന്നതിനപ്പുറത്ത് കൃത്യമായ ഇടപെടൽ ആവശ്യമാണ് ഈ പറഞ്ഞ മേഖലയിൽ എല്ലായിടത്തും. അവിടെ അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്ക്, അത് കടമെടുത്തിട്ടാണ് എൻ്റെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള, എൻ്റെ പേരിൽ എന്ന് പറയുമ്പോൾ പലരുടെയും ഒക്കെ കൂട്ടിച്ചേർത്ത് എഴുതിയതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ ആ പുസ്തകത്തിന് അങ്ങനെ ഒരു തലക്കെട്ടിട്ടത് സ്ട്രഗിൾ ഫോർ നാഷണൽ സെൽഫ്ഹുഡ് എന്ന തലക്കെട്ട് ഇടാനുള്ള കാരണം അതാണ്. സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വത്വത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. രാഷ്ട്രീയ സ്വത്വം, ഞാൻ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ദേശീയമെന്ന് മലയാളത്തിൽ കുറെ കാലമായിട്ട് ഈ വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്നുണ്ട്, പെട്ടെന്ന് നാഷണൽ എന്നതിന് രാഷ്ട്രീയം എന്ന് വന്നു പോവുകയാണ്. ദേശീയ സ്വത്വം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ആ ദേശീയ തനിമയെ, സെൽഫ്ഹുഡിനെ എല്ലാ മേഖലയിലും നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം എന്ന വാക്കിന് അർത്ഥമുണ്ടാകുള്ളൂ എന്ന് പറഞ്ഞവരായിരുന്നു അരവിന്ദ മഹർഷി ആയാലും സ്വാമി വിവേകാനന്ദനായാലും അസംഖ്യം നമ്മുടെ ദേശീയ നേതാക്കന്മാർ, മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം ആദ്യന്തം ശ്രദ്ധാപൂർവം യാതൊരു പക്ഷപാതിത്വവും ഇല്ലാതെ വായിക്കാൻ മുതിരുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്, നമ്മുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത് നമ്മുടെ തനിമയെ ആവിഷ്കരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ചോദിച്ചത് വളരെ കൃത്യമാണ്. കായികമോ ഭൗതികമോ ആയ ഒരു സ്വാതന്ത്ര്യലബ്ധി മാത്രമാണ് നമുക്ക് ലഭിച്ചത്. അത് പ്രധാനമാണ്, പ്രധാനമല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം തുടക്കം കുറിക്കേണ്ടിയിരുന്ന ഈ ദേശീയ സ്വത്വത്തിൻ്റെ സമാവിഷ്കരണം, അത് വേണ്ടും പോലെ സംഭവിച്ചില്ല എന്നതാണ് വസ്തുത. അതിൻ്റെ അപജയം, അതിൻ്റെ അപകടം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുന്നേ നമ്മുടെ സാംസ്കാരികമായിട്ടും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാന്മാരായ നേതാക്കന്മാരുമെല്ലാം ഭാരതത്തിന്റെ സാംസ്കാരിക സ്വത്വത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. പക്ഷെ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ആ ഒരു നറേറ്റീവ് ഇല്ലാതായി പോയി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഈ രാഷ്ട്രത്തിൻ്റെ സ്വത്വം, നാഷണൽ ഐഡൻറ്റിറ്റിക്ക്
അനുകൂലമായി നിന്നുകൊണ്ടുള്ള പോരാട്ടമാണ് നടന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ അപ്പോഴും ഒരു ധാര സജീവമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതൃത്വത്തിൽ. ആ വിഭാഗം അവരുടെ കയ്യിലേക്കാണ് പിന്നീട് സ്വാതന്ത്ര്യം നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഭരണം കൈമാറി എത്തിയത് എന്നതാണ് വസ്തു. നേരത്തെ തന്നെ സജീവമായിരുന്നു. പല ഘട്ടങ്ങളിലും ഗാന്ധിജിയും ആ വിഭാഗവും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടൽ, വൈചാരിക ഏറ്റുമുട്ടൽ പോലും നടന്നിട്ടുണ്ട്. ഇപ്പം 30കളുടെ തുടക്കം നിങ്ങൾ പരിശോധിച്ചാൽ 1930കളുടെ തുടക്കത്തിൽ ഈ വൈചാരിക യുദ്ധം വളരെ സജീവമാകുന്നത് കാണാം. 1936 ലക്നൗ AICC സമ്മേളനത്തിന് ശേഷം അധ്യക്ഷനായി വരാൻ പോകുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതായത് നിശ്ചയിക്കപ്പെട്ടിരുന്നു, നിയുക്ത അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം ഇപ്പോഴും നമുക്ക് ഓപ്പൺ ഡൊമൈനിൽ വായിക്കാൻ കിട്ടുന്നതാണ്. AICC ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷ പ്രസംഗം. അതിൻ്റെ ആദ്യത്തെ 2-3 പാരഗ്രാഫ് വായിച്ചാൽ നമുക്ക് ഈ വസ്തുത വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിവിടെ നെഹ്റു എന്ന ഒരു വ്യക്തിയെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. അതൊരു സ്കൂൾ ഓഫ് തോട്ട്, ചോദ്യകർത്താവ് ഉന്നയിച്ച ദേശീയ സ്വത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം മറ്റൊരു മാർഗം സ്വീകരിച്ച ഒരു സ്കൂൾ ഓഫ് തോട്ടിനെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രതീകമാണ് നെഹ്റു. ആദ്യത്തെ 2-3 പാരഗ്രാഫിൽ പറയുന്നത് ദേശീയതയുടെ അതിപ്രസരത്തിന് മങ്ങലേറ്റു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ലോവസ്റ്റ് എബിലാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്, എൻ്റെതല്ല കേട്ടോ. അതിനപ്പുറം ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉയർന്നു വന്നിരുന്ന വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ശക്തിയും ക്ഷയിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ആശയം, അതാണ് ഏറ്റവും വിചിത്രമായ ആശയം. ആ വിചിത്രമായ ആശയം, ലോകത്ത് വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രത്യയശാസ്ത്രമേ ഉള്ളൂ, അത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ്. നെഹ്റു രാജ്യരാമാനം നാഴികയ്ക്ക് 40 വട്ടം ആ കാലത്ത് ഉദ്ധരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനൊരു ഫേബിയൻ സോഷ്യലിസ്റ്റാണ് എന്നൊക്കെയാണ്. വെറും ഫേബിയൻ സോഷ്യലിസ്റ്റ് ഒന്നും ആയിരുന്നില്ല, അദ്ദേഹം പക്ക കമ്മ്യൂണിസ്റ്റ് തന്നെ ആയിരുന്നു. എന്ന് പറയാനുള്ള കാരണം, ഈ 36-ന് തൊട്ടു മുമ്പ് ജനുവരി മാസത്തില് 35 അവസാനം ഡിസംബറും ഒക്കെ ആയിട്ട് നടന്ന കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ കോമിൻടേണിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ആ കോമിൻടേൺ സമ്മേളനത്തോടനുബന്ധിച്ച് അതിൻ്റെ ഒരു പാർശ്വ മീറ്റിംഗ് പോലെ അദ്ദേഹം രജനി പാമേദത്തുമായിട്ട്, രജനി പാമേദത്ത് ആരായിരുന്നു എന്ന് നമുക്കറിയാം. കോമ്രേഡ് രജനി പാമേദത്ത് പകുതി ഇംഗ്ലീഷുകാരനും പകുതി ഭാരതീയനുമായ വ്യക്തി. അദ്ദേഹത്തിനായിരുന്നു കമ്മ്യൂണിസ്റ്റ് ലോക നേതൃത്വം ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചുമതല കൊടുത്തിരുന്നത്. ഇപ്പൊ ഈ BJP RSSകാരുടെയൊക്കെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ഭാരതത്തിന്റെ പ്രഭാരിയായിരുന്നു രജനി പാമേദത്ത്. ആ രജനി പാമേദത്തും ആയി നടത്തിയ 1-to-1 ടോക്കിൽ, വിത്ത് ഓൾ റെസ്പോൺസിബിലിറ്റി, ഐ എം സെയിങ് വിത്ത് ഓൾ റെസ്പോൺസിബിലിറ്റി, രജനി പാമേദത്ത് കോട്ട് ചെയ്തു കൊടുത്ത അധ്യക്ഷ പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണിത്. അതിൽ പ്രധാനമായി പറഞ്ഞത് ദേശീയതയുടെ അതിപ്രസരത്തിന് ക്ഷീണം ഉണ്ടായിരുന്നോ ആ സമയത്ത്? എന്താ 41-42 കാലഘട്ടത്തിൽ നടന്നത്? എത്ര വലിയ മുന്നേറ്റം നടന്നത്. പിന്നെ അതിന്റെ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് ലോകത്ത് വിജയിക്കുന്ന ഒരേ ഒരു പ്രത്യയശാസ്ത്ര ബ്ലോക്കാണ്, അത് കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കാണ് എന്നാണ്. ആ കമ്മ്യൂണിസത്തിന് എന്താ സംഭവിച്ചത് പിന്നീട് ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു വൈദേശികമെന്നോ രാഷ്ട്രേതരമെന്നോ, കുറച്ചു മുമ്പ് AP അഹമ്മദ് മാഷ് പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹത്തിന്, മുസ്ലിങ്ങൾക്ക് അല്ലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ മുദ്രാവാക്യ പ്രകാരം ഒരു പാൻ ഇസ്ലാമിക് രൂപം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിന് സമാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് മതവും. കമ്മ്യൂണിസം ഇസ്ലാം മതത്തിൽ നിന്നൊട്ടും വ്യത്യസ്തമായ ഒരു മതമായി ഞാൻ കണക്കാക്കുന്നില്ല. അവർക്കും ഉണ്ടായിരുന്നത് ലോകം മുഴുവൻ ഒരൊറ്റ കൊടിക്കീഴിൽ വരും, ഒരു ചെന്താരം ഉദിക്കും, അതിൻ്റെ കീഴിൽ ലോകം മുഴുവൻ ഒന്നാകും എന്നൊക്കെയുള്ള സ്വപ്നം. ആ സ്വപ്നത്താൽ വശീഭൂതനായിരുന്നു നെഹ്റുവും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതൊരു ഉദാഹരണമാണ്. ഇത് ഒരർത്ഥത്തിൽ വൈദേശികമായ പാശ്ചാത്യമായ കൊളോണിയൽ സ്വാധീനത്തിനും ഒക്കെ കൂടി ഉള്ള ഒരു ചിന്താധാരയായിരുന്നു, ഒരു വിചാരധാരയായിരുന്നു. അതേ സമയത്താണ് മറുപക്ഷത്ത് മഹാത്മാഗാന്ധിജിയും അരവിന്ദനും സ്വാമി വിവേകാനന്ദനെയും ഞാൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണ് കൂട്ടുന്നത്. കാരണം സ്വാതന്ത്ര്യ സമരത്തിന് ആവശ്യമായ വൈചാരിക പരിസരം സൃഷ്ടിച്ച മഹാനായിരുന്നു. അതുകൊണ്ടാണ് ഭഗിനി നിവേദിത ഒരിക്കൽ പറഞ്ഞത്, സ്വാമിജിയുടെ സമാധി ഒരു 2 വർഷം കൂടി വൈകിയിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ബ്രിട്ടീഷ് ജയിലിലായിരിക്കുമായിരുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. സ്വാമി വിവേകാനന്ദന്റെ അത്രയേറെ സജീവമായ സ്വാധീനം ചെലുത്തിയിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഉള്ളിൽ. അനേകം ആൾക്കാർ, 1-2 ഒന്നുമല്ല,
ആ കാലഘട്ടത്തിലാണ് പ്രഫുല്ലചന്ദ്ര റേ, ലോകപ്രസിദ്ധനായ രസതന്ത്ര ശാസ്ത്രജ്ഞൻ പ്രഫുല്ലചന്ദ്ര റേ, ഭാരതത്തിന്റെ ശാസ്ത്ര പാരമ്പര്യം വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കെമിസ്ട്രി എഴുതിയപ്പോൾ ആ പുസ്തകത്തിന് അദ്ദേഹം തലക്കെട്ടിട്ടു. ഇവിടെ നേരെ ഹിന്ദു എന്ന പദത്തെക്കുറിച്ചും ചർച്ചയുണ്ടായല്ലോ. ഒരു തർക്കവും ഉണ്ടായില്ല PC റായിക്ക് ആ പുസ്തകത്തിന്റെ തലക്കെട്ട് ഹിന്ദു കെമിസ്ട്രി എന്നെഴുതാൻ. ഇതേ കാലഘട്ടം 2-3 വർഷത്തിന്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. കാശിയിലെ പ്രസിദ്ധമായ ഹിന്ദു സർവകലാശാലയിലെ പൊളിറ്റിക്സ് വിഭാഗം മേധാവിയായിരുന്ന KP ജയ്സ്വാൾ ഭാരതത്തിന്റെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു പുസ്തകം എഴുതി, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്. അതിന് അദ്ദേഹം കൊടുത്ത തലക്കെട്ട് ഹിന്ദു പൊളിറ്റിക്സ് എന്നാണ്, ഹിന്ദു പൊളിറ്റി എന്നാണ്. ഏതാണ്ട് അതേ കാലത്താണ് ഡോക്ടർ ബന്ദോപാധ്യായയുടെ നേതൃത്വത്തിൽ ഭാരതത്തിന്റെ വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകം, ഇങ്ങനെ പല പുസ്തകങ്ങൾ എഴുതപ്പെട്ടു. ഞാൻ അതെല്ലാം പറയുന്നത് നേരത്തെ ചോദിച്ചതിന് ഉത്തരമെന്ന നിലയിലാണ്. ആ ഘട്ടത്തിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം ഏതു വഴിയിലൂടെ പോകണമെന്ന കാര്യത്തിൽ ദേശീയതയുടെ പക്ഷത്ത് ഉറച്ചു നിന്നിരുന്ന ആളുകൾക്ക് ഒരാൾക്ക് പോലും സംശയമുണ്ടായിരുന്നില്ല, ശങ്കയുണ്ടായിരുന്നില്ല. പക്ഷെ അത് പിന്നീട് അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത്. ആ അട്ടിമറിക്കപ്പെട്ട ധാര വീണ്ടും ഭാരതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് പ്രേരണയായി തീരുന്ന വിധത്തിൽ ശക്തിപ്പെടാൻ വളരെ വർഷങ്ങളെടുത്തു. അതൊരു തിരിച്ചുവരവിന്റെ ഒരു മേഖലയിലാണ്, ഇപ്പം ഒരു ഘട്ടത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നേരത്തെ തന്നെ തുടങ്ങിയതാണ് ഈ വിരുദ്ധ ചേരിയുടെ പ്രവർത്തനം. അത് ശക്തിപ്പെട്ട അധികാരം കയ്യിലാക്കുകയാണ് ചെയ്തത്. ഭാരതത്തിലെത്തിയ നോട്ട് പറഞ്ഞു, ഭാരതത്തിന് ഒരു ധാർമ്മികമായ കടമയുണ്ട്. മറ്റ് പ്രത്യയശാസ്ത്രങ്ങൾക്കോ മറ്റ് മതങ്ങൾക്കോ ഇല്ലാത്ത ഒരു ധാർമ്മിക മൂല്യം ഭാരതത്തിനുണ്ട്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മറ്റ് സംഘർഷങ്ങൾ നിലവിലുള്ളപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം ശക്തമായാൽ അത്തരം ഒരു സംഘർഷത്തിൽ നിന്ന് ഭാരതത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്ത് തോന്നുന്നു? ടോയൻബി ഇവിടെ വന്ന് മൗലാന അബുൽ കലാം ആസാദ് സ്മാരക പ്രഭാഷണം നടത്തിയ ആ പ്രഭാഷണത്തിലെ കാര്യമായിരിക്കണം വായി ഉദ്ധരിച്ചത് എന്ന് തോന്നുന്നു. കൃത്യമായി അദ്ദേഹം പറഞ്ഞു, ഭാരതത്തെ അതിസൂക്ഷ്മമായി പഠനത്തിന് വിധേയമാക്കിയ ഒരു മഹാവ്യക്തിത്വമാണ്, മഹാബുദ്ധിമാനായ ഒരു ലേഖകനാണ്, എഴുത്തുകാരനാണ്, ചരിത്രത്തിൻ്റെ സാംസ്കാരിക കഥ എഴുതിയ മനുഷ്യനാണ്. ടോയൻബി ഒരു സംശയത്തിനും ഇടയില്ലാത്തവണ്ണം പറഞ്ഞു, ഭാരതത്തിനൊരു വലിയ പങ്ക് ഈ ലോകത്തിന് മുമ്പിൽ നിർവഹിക്കാനുണ്ട്. അത് പക്ഷേ മറ്റാരുടെയെങ്കിലും ഉപഗ്രഹമായിരുന്നു കൊണ്ട് സാധ്യമല്ല. ഇന്നത്തെ വിഷയവുമായി ബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ്. സന്തോഷം, നന്ദി വായു അത് ആ ചോദ്യം ഉന്നയിച്ചത്. അത് മറ്റാരുടെയെങ്കിലും ഉപഗ്രഹമായി നിന്നുകൊണ്ട് ആ ദൗത്യം നിർവഹിക്കാൻ ഭാരതത്തിന് കഴിയില്ല. ഭാരതത്തിന് ആ ദൗത്യം നിർവഹിക്കാൻ കഴിയണമെങ്കിൽ ഭാരതം അതിൻ്റെ സ്വത്വത്തിലേക്ക്, അതിൻ്റെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെന്നാലേ മതിയാവുകയുള്ളൂ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടെ നേരത്തെ രാമജന്മഭൂമി കാര്യത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചല്ലോ. ആ ലേഖനം സാറും ഒക്കെ ഒന്ന് വായിച്ചാൽ, ടോയൻബി പറഞ്ഞത് നമ്മൾ സ്വീകരിച്ചോളണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എത്ര തർക്കശുദ്ധമായ വിധത്തിലാണ് അദ്ദേഹം ഭാരതത്തിൽ നടന്ന കൊടിയ മത ആക്രമണങ്ങളെ കുറിച്ച് പറയുന്നത്. ആ മതാക്രമണങ്ങൾപ്പെട്ട് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുമായി കഴിയുന്ന ഭാരതീയർക്ക് ഒരിക്കലും ലോകരാഷ്ട്രങ്ങളുടെ മുന്നിലേക്ക് തലയുയർത്തിപ്പിടിച്ച് നടന്നെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സംസ്കാരത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരുമെന്ന് കാശിയും സോമനാഥവും ഒക്കെ അടക്കമുള്ള ഉദാഹരണം ഉദ്ധരിച്ചുകൊണ്ടാണ് ടോയൻബി പറയുന്നത്. ഇതേ ടോയൻബിയാണ് അതിനും കുറച്ച് മുമ്പ് അദ്ദേഹം ലോകത്ത് നിലനിൽക്കുന്ന സംസ്കാരങ്ങളുടെ പ്രത്യേകത എന്താണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞത്. നമ്മളിൽ പലരും ഒരുപക്ഷെ കേട്ടിരിക്കാം, ക്രിയേറ്റീവ് മൈനോറിറ്റി, ഒരു സർഗാത്മക ന്യൂനപക്ഷം എവിടെയാണോ രാഷ്ട്രഗതിയെ നിയന്ത്രിക്കുന്നത് ആ സംസ്കാരം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. പകരം ഡോമിനന്റ് മൈനോറിറ്റി മസിൽ പവർ കൊണ്ടോ ഇനി വേറെന്തെങ്കിലും പവർ കൊണ്ടോ ഭരണത്തിലേക്ക് വരുന്നവരുടെ, നേതൃത്വത്തിലേക്ക് വരുന്നവരുടെ ഭരണം ഏറെക്കാലം തുടരില്ല, ആ രാഷ്ട്രം അതായിട്ട് തുടരില്ല എന്ന് പറഞ്ഞു. ഭാരതത്തിന്റെ പ്രത്യേകത, കഴിഞ്ഞ 2000-3000 വർഷക്കാലത്തെ പ്രത്യേകത, ഇപ്പോഴും ഭാരതത്തിന് ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഭാരതത്തിൽ നേതൃത്വത്തിൽ ഒരു കാലത്തുണ്ടായിരുന്നത് ഈ ക്രിയേറ്റീവ് സർഗാത്മക ന്യൂനപക്ഷമാണ്. സർഗാത്മക ന്യൂനപക്ഷത്തിന്റെ വിശേഷതയെക്കുറിച്ച് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. അത്
ആ നാടിൻ്റെ തനിമ, സ്വത്വം, സെൽഫുഡ് അതിനെ ജീവിതത്തിൽ പകർത്തുന്ന ത്യാഗികളുടെ നേതൃത്വമാണ്. അതിന് ഭാരതീയ ഭാഷയിൽ ഋഷികളെന്നോ മുനിമാരെന്നോ പറയാം. നേരത്തെ നടന്ന ചർച്ചയുടെ നേരിട്ട് കേട്ടതുകൊണ്ട് അതിൻ്റെ ഒരു സ്വാധീനം വന്നു പോവുകയാണ്. അവരുടെ കയ്യിലായിരിക്കണം നേതൃത്വം, അവരുടെ കയ്യിലായിരിക്കണം നേതൃത്വം. അങ്ങനെയാകുമ്പോൾ മാത്രമേ ആ രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇത് തന്നെ ആയിരുന്നു ഒരു ഘട്ടം വരെ ചൈനയിലും ഉണ്ടായിരുന്നത്. ചൈനീസ് സംസ്കാരവും നിലനിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. പക്ഷേ ചൈനയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു സസ്പെൻഡഡ് അനിമേഷൻ അവസ്ഥയിലാണ്. ഒരു തരത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്ന, ഈ പൊളിറ്റിക്സിലെ പാർലമെന്റ് ഭാഷയാണത്, സസ്പെൻഡഡ് അനിമേഷൻ അവസ്ഥയിലാണ്. അവരുടെ ചിരപുരാതനമായ സംസ്കൃതി അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു ഒരു ഡോമിനന്റ് ഫിലോസഫി, ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി കാരണം. എന്നാൽ ഭാരതത്തിൽ ഇപ്പോഴും സ്കോപ്പുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. മൂന്നാമതൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിലാണ്. അദ്ദേഹം പറയുന്നത് ലോകം അതിൻ്റെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പ്രാരംഭം ഒരു പാശ്ചാത്യ വിജയത്തോടു കൂടിയായിരുന്നുവെങ്കിൽ അത് ഒരു മഹാപരാജയത്തിൽ ലോകം കിഴക്കോട്ട് തിരിയണം, ഭാരതത്തിലേക്ക് തിരിയണം. ഭാരതത്തിൽ നിന്ന് മാത്രമേ മോചനത്തിൻ്റെ, ആ ജീവിതത്തിൻ്റെ, മുക്തിയുടെ സന്ദേശം കിട്ടാനുള്ളൂ. അങ്ങനെയുള്ള ടോയിൻബിയെ പോലുള്ള ആൾക്കാർ പറഞ്ഞ വസ്തുതയും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ആ മഹാഖ്യാനം ഒരു ഗ്രാൻഡ് നറേറ്റീവ് ഭാരതത്തെ സംബന്ധിച്ചുള്ളത്. നറേറ്റീവ് എന്ന വാക്കിനൊരു നെഗറ്റീവ് കണ്ണോട്ടേഷൻ ഉണ്ട് എങ്കിലും വർത്തമാന കാല സാഹചര്യത്തിൽ നമുക്കത് ഉപയോഗിക്കേണ്ടി വരികയാണ്. ഒരു മഹാഖ്യാനം, യഥാർത്ഥ ആഖ്യാനത്തെ, നറേറ്റീവിനെ ഭാരതത്തിൻ്റെ ഹൃദയസ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഭാരതത്തിന്റെ സ്വന്തം മൃതരായവരെ ഉയർത്തി നിൽക്കുന്നു, ഈ നാട് സ്വന്തം കാലം നിൽക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനി അങ്ങോട്ട് ഈ ഒരു രാഷ്ട്രം, അതൊരു സമർത്ഥ ഭാരതം, ഒരു വിശിഷ്ട ഭാരതം സാധ്യമാക്കാനുള്ള എന്ത് നറേറ്റീവാണ് ഒരു ദേശീയ ചിന്തകൻ എന്നുള്ള നിലയിൽ അങ്ങനെ പറയാനുള്ളത്? ഞാൻ പലവട്ടം അത് ഇതിനിടയിൽ ഭംഗിതരേണ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭാരതത്തിന് ലോകത്തിൻ്റെ മുമ്പിൽ വയ്ക്കാനുള്ളത് ഒരു വലിയ ദർശനമാണ്, ഭാരതത്തിൻ്റെതായ ദർശനം. നോക്കൂ, കഴിഞ്ഞ ഒരു 100 വർഷക്കാലത്തെ ലോക ചരിത്രം പരിശോധിച്ചാൽ, വേണമെങ്കിൽ 125 വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ, കടന്നു വന്ന പ്രത്യയശാസ്ത്രങ്ങൾ മുഖ്യമായും 3 പ്രത്യയശാസ്ത്രങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നത് നമ്മുടെ കൺമുമ്പിൽ നടക്കുകയാണ്. 2 നിശേഷം തകർക്കപ്പെടുകയും ആ 2 തകർക്കാൻ കാരണമായ ദർശനവും ഇന്ന് പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം, കമ്മ്യൂണിസ്റ്റ് ആശയം. ലോകത്ത് മുഴുവൻ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ പാലും തേനും ഒഴുക്കാൻ വേണ്ടി രംഗപ്രവേശം ചെയ്ത, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യം എന്ന മോഹനമായ നടക്കാത്ത സ്വപ്നം അത് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും പിന്നീട് ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ ബോധ്യപ്പെട്ടു ഇത് സാധ്യമല്ല, ഉള്ള ഒന്നല്ല. നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയെ തെറ്റ്. കാരണം 2ാം ലോക മഹായുദ്ധത്തിൻ്റെയൊക്കെ സമയത്ത് അവർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു ലോകത്തുള്ള തൊഴിലാളികളൊന്നും ഒന്നാവുന്നില്ല എന്ന്. ജർമ്മനിയുടെ തൊഴിലാളികൾ ജർമ്മനിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ റഷ്യയുടെ തൊഴിലാളി റഷ്യക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ആ ആശയത്തിൻ്റെ മുമ്പാകെ ഒരു വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മനുഷ്യൻ്റെ മുക്തിയുടെ, വിമോചനത്തിൻ്റെ ഒരു ലിബറലിസത്തിൻ്റെ സിദ്ധാന്തം ഉയർന്നു വന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ മുദ്രാവാക്യം. ഈ കെട്ടിയിട്ട് അടിച്ചമർത്തുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകര സിദ്ധാന്തം അല്ല വേണ്ടത്, നമുക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്നുള്ളൊരു ആശയഗതി. ഇതേ ആശയഗതി തന്നെയാണ് സത്യത്തിൽ ഫാഷിസത്തിനെതിരായും ഉയർന്നു വന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമായാലും ഫാഷിസ്റ്റ് സിദ്ധാന്തമായാലും ലിബറൽ ആശയങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അത് തകർന്നു പോകുന്നതും പിന്നോട്ടടിക്കപ്പെടുന്നതും കാണുകയാണ്. പിന്നെ ഏതാണൊരു 4ാമത്തെ മാർഗം എന്ന ഒരു വലിയ ചിന്തയിലാണ്. വാട്ട് ഈസ് ദറ്റ് 4th പൊളിറ്റിക്കൽ തോട്ട്? ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ടാണ് ഞാൻ പറഞ്ഞത്. റഷ്യയിലെ അലക്സാണ്ടർ ഡുഗിൻ എന്ന് പറഞ്ഞാൽ പുച്ചിൻ്റെ ധാർമ്മിക ഗുരുവാണ്, ആചാര്യനാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ഈ 4th പൊളിറ്റിക്കൽ തോട്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഒരു 4ാമത്തെ ദർശനം, അത് യഥാർത്ഥത്തിലുള്ള ഒരു ലിബറലിസത്തിലേക്ക് എത്തുന്നതായിരിക്കണം. ഒരു യൂറോപ്യൻ ലിബറലിസം അല്ല, ആ ലിബറലിസത്തിനും ചില കെട്ടുപാടുകളുണ്ട്.
ആ യഥാർത്ഥ ലിബറലിസം ലോകത്തിന് മുമ്പ് കൊടുക്കുന്ന ദർശനം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് ഞാനൊരു ഹിന്ദു ആയതുകൊണ്ടോ, ഹിന്ദു ആണെന്നതിൽ അഭിമാനിക്കുന്നത് കൊണ്ടോ, ഭാരതത്തിൽ എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടോ മാത്രം ഞാനത് ഉദ്ധരിക്കുകയല്ല. കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ഡ്യൂക്കിന് അത്തരം പദപ്രയോഗങ്ങൾ ആ പുസ്തകത്തിൽ നടത്തുന്നില്ലെങ്കിലും മൗനങ്ങളെ വ്യാഖ്യാനിച്ചെടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥ ലിബറലിസം അത് ഭാരതീയ ദർശനമാണ്. നോക്കൂ, വിദ്യ പോലും എന്തിന് എന്ന് ചോദിക്കുമ്പോൾ ഭാരതീയ വൈദിക ഋഷിമാർ പറഞ്ഞെന്താ ഉത്തരം? സാ വിദ്യ യാ വിമുക്തയെ എന്നാണ്. ഏതവളാണ് വിദ്യ എന്നാ ചോദിക്കുന്നത്. സംസ്കൃത വ്യാകരണ ദൃഷ്ട്യാ സാ വിദ്യ എന്ന് ചോദിച്ചാൽ ഏതവളാണെന്നാണ്. വിദ്യയെ സ്ത്രീ ആയിട്ടാണ് കാണുന്നത്. സ്ത്രീ മനുഷ്യജന്മത്തിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞതല്ല ഭാരതത്തിന്റെ ദർശനം എന്ന ഒരൊറ്റ സാ എന്ന പ്രയോഗത്തിൽ തന്നെ വരികയാണ്. ഈ മറ്റു ചില പാശ്ചാത്യ മതചിന്തകളും രാഷ്ട്രീയ ചിന്തകളും പോലും സ്ത്രീയെ ഒരു മനുഷ്യജന്മമായി അംഗീകരിക്കുന്നില്ല. ദേ കൻ നോട്ട് ബി കൺസിഡർഡ് ആസ് ഹ്യൂമൻ ബീങ്സ്. വലിയ ചർച്ചകളായിരുന്നു. ഞാൻ ആ മതങ്ങൾ ഏതൊക്കെയാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഭാരതം ആദ്യകാലം മുതലേ പറഞ്ഞത് വിദ്യ അത് സ്ത്രീ രൂപത്തിലാണ്. ആ സ്ത്രീ വിദ്യ എന്താണ്? ആരാണോ സമ്പൂർണ്ണ മുക്തിക്ക് കാരണമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത്, ഏറ്റവും അങ്ങേയറ്റത്തെ ലിബറൽ ഇൻഡിപെൻഡന്റ് തോട്ട്, ഫ്രീ, സ്വതന്ത്രമാക്കുക. ആ സ്വതന്ത്രമാക്കുന്ന ദർശനത്തെയാണ് ഭാരതീയ ദർശനം എന്ന് പറയുന്നത്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ മതമഹാസമ്മേളനത്തിൽ പോയി ലോകത്തിന്റെ നെറുകയിൽ ഭാരതീയ വിജയ വൈജയന്തി പാറിക്കളിപ്പിച്ചു എങ്കിൽ അതിലേറ്റവും പ്രധാനമായ ഒരു വസ്തുത ഈ അങ്ങേയറ്റത്തെ ദ അൾട്ടിമേറ്റ് ലിബറൽ തോട്ടത്തെ അവിടെ വെച്ചു, ഹിന്ദു തോട്ടം അവിടെ വെച്ചു എന്നത് തന്നെയാണ്. അദ്ദേഹം തുടക്കം കുറിച്ചു. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു ദ മദർ ഓഫ് ഓൾ റിലിജിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തൻ്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിനടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിന് സത്യം പറയാൻ ആരുടെയും മോൻ നോക്കേണ്ടിയിരുന്നില്ല. പൊളിറ്റിക്കലി കറക്റ്റ് ആകേണ്ട ആവശ്യം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, ഐ ആം റെപ്രസെന്റിങ് ദ മദർ ഓഫ് ഓൾ റിലിജിയൻസ്. എല്ലാ മതങ്ങളുടെയും മാതാവായ മതത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ വന്നിട്ടുള്ളത് യഥാമാം പ്രപദ്യന്തേ താംസ്ഥദൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ എന്ന ഗീതാതത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. എന്താ അതിന്റെ അർത്ഥം? ഏതൊരാളും ഏത് വ്യക്തിയും അവൻ ആഗ്രഹിക്കുന്ന രൂപത്തിലോ അരൂപത്തിലോ ഈശ്വരനെ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ, അവനൊരു മാർഗം തെരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ ആ രൂപത്തിലോ ആ അരൂപത്തിലോ, രൂപമില്ലായ്മയിലോ, ജപിക്കുന്ന മന്ത്രത്തിലോ മന്ത്രമില്ലായ്കയിലോ, അതിലൂടെ എല്ലാം ഞാൻ അവനെ അങ്ങോട്ട് പ്രാപിച്ചു കൊള്ളാമെന്ന ഉറപ്പ് തരുന്ന ദർശനത്തിന്റെ വക്താവാണ് ഞാൻ. അതാണ് ഫ്രീഡം, അൾട്ടിമേറ്റ് ലിബറലിസം, സാ വിദ്യായ വിമുക്തേ എന്നൊക്കെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അദ്ദേഹം പറയാണ് ഗീത കോട്ട് ചെയ്തിട്ട്. പിന്നീട് അത് പോരാ, കുറച്ചുകൂടി ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടാണ് ശിവമഹിംന സ്തോത്രത്തിലെ പ്രസിദ്ധമായ ത്രയീ സാഖ്യം യോഗം പശുപതിമതം വൈഷ്ണവമിതി എന്ന് തുടങ്ങുന്ന ശ്ലോകം. മൊത്തം ശ്ലോകം ഉദ്ധരിച്ചെല്ലാം കൂടെ പോയാൽ വായു എനിക്ക് തന്നിട്ടുള്ള സമയം തീർന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഏതൊരു കാഴ്ചപ്പാടും ആ കാഴ്ചപ്പാടിന്റെ നന്മയിലും തെളിമയിലും പൂർണിമയിലും പരിശുദ്ധിയിലും അതിന് മനുഷ്യരെ മോചിപ്പിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ദർശനം, അതിനെയാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസത്തിന്റെയും ഫാഷിസത്തിന്റെയും യൂറോപ്യൻ ലിബറലിസത്തിന്റെയും അപ്പുറത്ത് ലോകത്തിന്റെ മുമ്പാകെ നൽകാനുള്ള ഒരു യഥാർത്ഥ സ്വതന്ത്രതയുടെ ദർശനം, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ ദർശനം. ഈ യൗകികമായ താന്ത്രികമായ പൂജാ പദ്ധതികളിലൂടെയൊക്കെ അല്ലെങ്കിൽ സാധനാ പദ്ധതികളിലൂടെയൊക്കെ നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ആ ഉയർന്ന തലമേതാ? സ്വാതന്ത്ര്യത്തിന്റെ തലമാണ്. ആ സ്വതന്ത്രതയുടെ ദർശനം മനുഷ്യവംശത്തെ ലിംഗത്തിനനുസരിച്ച് വേർതിരിക്കാത്ത, മൃഗങ്ങളിലും മരങ്ങളിലും പുഴകളിലും പർവ്വതങ്ങളിലും പോലും ആത്മചൈതന്യം കുടികൊള്ളുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ ഒരു ദർശനത്തിനാണ് ലോകത്തിന് മാർഗം കാണിച്ചു കൊടുക്കാൻ കഴിയുക. ആ ദർശനം, ഞാനത് പറയുമ്പോൾ പഴയതിനെല്ലാം അതേപടി ആവർത്തിക്കപ്പെടണം എന്നുള്ള അർത്ഥത്തിലുമല്ല, പുതിയ കാലത്തിന് അനുയോജ്യമായ ഈ മാറാതെ നിൽക്കുന്ന ഈ ദർശനം. സ്വാമി രംഗനാഥാനന്ദജി അദ്ദേഹം പറയാറുണ്ടായിരുന്നു, എറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റീസ്. സൊസൈറ്റി ഈസ് ചേഞ്ചിങ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്, ബട്ട് ഇറ്റ് മസ്റ്റ് ഹാവ് എ ബേസിസ്. ഒരു ഫണ്ടമെന്റൽ ഉണ്ടാവണം, അത് എറ്റേണൽ വാല്യൂസ് ആണ്. ആ എറ്റേണൽ വാല്യൂസ്, ചിരന്തനമായ ആ മൂല്യങ്ങൾ ലോകത്തിന്റെ മുമ്പാകെ വയ്ക്കാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട്, അതിനാണ് ഇന്ന് ഒരു, ഞാൻ പറയുന്നില്ല പരിപൂർണമായി ഉയർത്തെഴുന്നേറ്റു എന്നൊന്നും, പക്ഷെ അതിലേക്കൊരു ദൃശ്യം, ഒരു ചെറിയ
തിരിവ്, ഒരു ചെറിയ താല്പര്യം ജനങ്ങളിൽ വളരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇന്ന് ഭാരതത്തിൽ പലയിടത്തും പല രൂപത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് സൺഡേ ഗാർഡിയൻ 1914 അവരുടെ ഒരു എഡിറ്റോറിയൽ, ഏത് സാഹചര്യത്തിൽ എഴുതപ്പെട്ട എഡിറ്റോറിയലാണെന്ന് ഞാനിപ്പോൾ ആ എഡിറ്റോറിയലിൻ്റെ വരികൾ ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാവും. ടുഡേ will go down in the history of the world as Bharat has attained the actual freedom. ഇന്നത്തെ ഈ ദിവസം ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തപ്പെടാൻ പോവുകയാണ്. എന്തായി? 1914 നേരത്തെ പറഞ്ഞു എന്നറിയില്ല, 2014 ഭാരതം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നേടി എന്ന് എഴുതും. അടുത്ത വരിയിൽ സൺഡേ ഗാർഡിയന്റെ പത്രാധിപർ എഴുതുകയാണ്. ആ പത്രാധിപർ എഴുതിയത് ഭാരതത്തിൽ ഇരുന്നല്ല കേട്ടോ, ഇംഗ്ലണ്ടിൽ ഇരുന്ന് എഴുതാണ്. ടുഡേ അറ്റ് ലാസ്റ്റ് ഇംഗ്ലീഷ് ലെഫ്റ്റ് ഭാരത്. ഭാരതത്തിൽ നിന്ന് അങ്ങനെ ഇന്ത്യ എന്ന് എഴുതിയത് എനിക്കത് നാവിൽ വരാത്തതുകൊണ്ട് ഞാൻ ഭാരതം എന്ന് പറഞ്ഞതാണ്. ഈ ഭാരതത്തിൽ നിന്ന് ഇംഗ്ലീഷുകാർ തിരിച്ചു പോകാൻ തുടങ്ങിയെന്നാണ്. സ്വാതന്ത്ര്യം എന്ന വാക്കിനുള്ള മറ്റൊരർത്ഥം എന്താണ്? കൊളോണിയാലിറ്റിയിൽ നിന്ന് മുക്തരാവുന്നു എന്നാണ് അർത്ഥം. കൊളോണിയൽ വാഴ്ചയുടെ നന്മകളെക്കുറിച്ച് പേർത്തും ആലോചിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പോലെ സ്വതന്ത്രരല്ല നമ്മൾ. ആ കൊളോണിയലിസത്തിൽ നിന്ന് ഭാരതം മുക്തരാവുകയാണ്. ഇന്ത്യൻ മൈൻഡ്സ് ആർ ബീങ് ഡീകോളനൈസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് സ്ലോലി ട്രാൻസ്ഫോർമിങ് ഇൻ ടു ഭാരതീയ മൻ. ഇന്ത്യൻ മൈൻഡ്സ് എന്ന് പറയുമ്പോൾ അത് കൊളോണിയൽ മൈൻഡാണ്. ആ കൊളോണിയാലിറ്റിയിൽ നിന്ന് ഡീകോളനൈസ് ചെയ്യണം, അതാണ് സ്വാതന്ത്ര്യം. അത് തുടങ്ങിയിരിക്കുന്നു. ഒരു പാശ്ചാത്യ പത്രം എഴുതിയ അവരുടെ എഡിറ്റോറിയലിലെ ഭാഗം ഞാൻ ഉദ്ധരിച്ചു എന്നതുകൊണ്ട് അന്നു മുതൽ എല്ലാം ശരിയായി എന്നൊന്നും കണക്കാക്കുന്ന ആളൊന്നുമല്ല ഞാൻ. ദിശ ശരിയാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ആ ദിശയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന് പല സന്ദർഭങ്ങളിൽ നിന്നും മനസ്സിലാവും. സമുദായികമായ ഒരു വിഷയം എടുത്താൽ നമ്മുടെ അയൽരാജ്യങ്ങൾ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ നാടുകളിൽ നടക്കുന്ന ചില സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുന്നത് നമ്മൾ കാലങ്ങളായി കേട്ടതും നമ്മൾ സ്വപ്നം കണ്ടതുമായ അഖണ്ഡ ഭാരതം എന്ന ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ ആ ഒരു ചിന്ത അത് എത്രത്തോളം യാഥാർത്ഥ്യമാക്കാൻ കഴിയും? എനിക്കൊരു നിരാശയും ഒരു തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവും ഈ കാര്യത്തിലില്ല. കാരണം നമ്മൾ അസംഭവ്യം എന്ന് കരുതിയിരുന്നത് പലതും ഈ തലമുറയിൽപ്പെട്ടവർ കൺമുമ്പിൽ കാണുന്നുണ്ടല്ലോ. നേരത്തെയുള്ള ചർച്ചയിൽ AP മാഷ് വളരെ സുന്ദരമായി അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. അസംഭവ്യം എന്ന് കരുതിയിരുന്നതാണ്. 370 വകുപ്പ് എന്ന് പറയുന്നത്, കാശ്മീരിലെ 370 വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സേക്രഡ് കൗ, ഒരു വിശുദ്ധ പശുവാണ് എന്നാണ് നമ്മുടെ പൊളിറ്റിക്കൽ നേതാക്കന്മാർ പറഞ്ഞത്. ബാബാ സാഹേബ് അംബേദ്കർ അല്ലെങ്കിൽ LRD കൃഷ്ണസ്വാമി അയ്യർ, രാജൻ ബാബു തുടങ്ങിയ ഭരണഘടനാ നിർമ്മാതാക്കൾ അവരെന്ന് പറഞ്ഞു ഇറ്റ് ഈസ് എ ടെമ്പററി ആൻഡ് ട്രാൻസിഷണറി ആർട്ടിക്കിൾ എന്നാ പറഞ്ഞത് ആർട്ടിക്കിൾ 370 കുറിച്ച്. ഇതൊരു 10 വർഷത്തിനുള്ളിൽ പുനർചിന്തനം നടത്തി ഇതിനെ ഇല്ലാതാക്കും. കൊഴിഞ്ഞു പോകും ഒരു പഴുത്തില പോലെ എന്നാണ് പറഞ്ഞത്. കൊഴിഞ്ഞു പോകണം ഇത് ഒരു പഴുത്തില പോലെ എന്ന്. പക്ഷേ അത് പഴുത്തില പോലെ കൊഴിയുകയല്ല ചെയ്തത്, അത് വലിയൊരു ശാഖയായോ അത് മരത്തെ തന്നെ കീഴടക്കുന്ന ഒരു ശക്തമായ ഒരു ഒന്നായോ മാറുകയാണ് നമ്മുടെ കൺമുമ്പിൽ നടന്നത്. അതുകൊണ്ടായിരിക്കണം പലരും പറഞ്ഞത് അത് മാറ്റുക സാധ്യമല്ല. ഇപ്പോഴും ചിലർ സ്വപ്നത്തിലൊക്കെ കിടന്ന്, അങ്ങനെ സ്വപ്നത്തിലാണോ അല്ലാതെ എന്നറിയില്ല, ഇപ്പൊ കേരളത്തിലൊക്കെ ഉള്ള ചില രാഷ്ട്രീയക്കാർ അവര് ഏത് ലോകത്താ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല, ഇതുവരെ മനസ്സിലാകുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും പിന്നെ പാർലമെന്റിലെ പ്രതിപക്ഷ കക്ഷിയുടെ പാർട്ടിയും ഒക്കെ ഏത് ലോകത്താ ജീവിക്കുന്നതെന്ന് അറിയില്ല. എല്ലാം മാറി മറിയുകയാണ്, അതൊന്നും തിരിച്ചറിയുന്നില്ല. പോട്ടെ, അതെന്റെ വിഷയമല്ല, അവരെവിടെയും കഴിഞ്ഞോട്ടെ. അവര് പറയുന്നു ഇത് മാറ്റാൻ കഴിയില്ല, അതുകൊണ്ട് അത് തിരിച്ചു വരും എന്നാണ്. തിരിച്ചു വരാൻ കഴിയാത്ത വിധം അത് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഭരണഘടനാപരമായി തന്നെ മാറ്റപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ കൺമുമ്പിൽ നടക്കുകയല്ലേ. ഇനിയുണ്ട് ഉദാഹരണങ്ങൾ പറയാൻ. അതേപോലെ തന്നെ ഇന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിൽ ഉൾപ്പെടുന്ന പല പ്രദേശങ്ങളിലും അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ് അവിടുത്തെ ജനങ്ങൾ. ആ പ്രക്ഷോഭങ്ങളുടെ മുഖ്യ പ്രേരണ എന്താണ് എന്നറിയാമോ? ആ പ്രേരണയ്ക്ക് ഇവിടുന്ന് റോയോ ഒന്നും പോയി പ്രവർത്തിക്കുന്നില്ല. അവരുടെ ഉള്ളിൽ നിന്ന് ഭാരതീയത്വം അത് സടകുടഞ്ഞെഴുന്നേറ്റ് വരികയാണ്. അവർ തിരിച്ചറിയുകയാണ് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം എന്ന്. ഇപ്പൊ ഈ ബംഗ്ലാദേശിൽ ഈ സമീപകാലത്ത് നടന്ന ഈ വലിയ അട്ടിമറിയില്ലേ, ആ അട്ടിമറിയുടെ പ്രധാന കാരണത്തെക്കുറിച്ച് നമ്മൾ എത്ര പേര് സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട്?
ഭാരതം അതിശക്തമായി മുന്നോട്ട് വരികയും ലോകരാഷ്ട്രങ്ങൾ സാഗൂതം ഭാരതത്തിൻ്റെ വാക്കുകൾക്ക് ചെവിയോർക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ, സാമ്പത്തിക മേഖലയിലും മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ, ലോകം മുഴുവൻ ഒരു ഭീകരമായ മാന്ദ്യത്തെ, സാമ്പത്തിക മാന്ദ്യത്തെ അഭിമുഖീകരിച്ചപ്പോഴും വളർച്ചയുടെ ഒരൊറ്റപ്പെട്ട തുരുത്തായി, ഒരു പച്ച തുരുത്തായി ഭാരതം മാറുന്നത് കണ്ടപ്പോഴും ഭാരതത്തെ അടിച്ച് തകർക്കണം എന്ന് ചിലർക്ക് തോന്നി. അതാണ് രണ്ട് പ്രധാനപ്പെട്ട ലോകമഹാശക്തികൾ ബംഗ്ലാദേശിനെ അവരുടെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് പ്രവർത്തിച്ചതെന്ന് നേരത്തെ നമ്മൾ കേട്ടു. ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ നമ്മളെല്ലാവരും കേട്ടു. ഇതിനോടൊപ്പം തന്നെ അവിടുത്തെ ഇസ്ലാമിക ഭീകരവാദികളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ആ ഘടകം വീണ്ടും ബംഗ്ലാദേശിൽ ആ പഴയ വംഗബന്ധുവായ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാനൊക്കെ പറഞ്ഞു പഠിപ്പിച്ച ബംഗ്ലാ വീര്യം ഉയരുകയാണ്. ആ ബംഗ്ലാ വംഗവീര്യം, ആ വംഗവീര്യത്തിന് ഭാരതീയതയുമായിട്ടാണ് ബന്ധം, പാകിസ്ഥാന്റെ ഇസ്ലാമിക ഭീകരതയുമായിട്ടല്ല ബന്ധം. അത് ഉയർന്നു വന്നപ്പോഴാണ് എല്ലാ മേഖലയിലൂടെയും ഒരു നീരാളിപ്പിടുത്തത്തിലൂടെ ഈ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന, ശരിക്കും മുഹമ്മദ് യൂനുസിന് ഈ നോബൽ പ്രൈസ് കൊടുക്കാമെങ്കിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനൊക്കെ 4 എണ്ണമെങ്കിലും കൊടുക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു പക്ഷേ സുകുമാരൻ നായർക്ക് ചുരുങ്ങിയത് അതിൽ നിന്നൊരു 2 എണ്ണം കുറച്ചെങ്കിലും കൊടുക്കാം. അത്രയൊക്കെ ഉള്ളൂ ഈ സെൽഫ് ഫൈനാൻസിങ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തിനാണ് അദ്ദേഹത്തിന്. എന്നാൽ പിന്നെ സാമ്പത്തിക ശാസ്ത്രത്തിന് കൊടുക്കണ്ടേ? അത് കൊടുത്തില്ല. സാമ്പത്തിക ശാസ്ത്രത്തിനല്ല കൊടുത്താൽ പിന്നെ പലരും ചോദ്യം ചെയ്യും അതിനെ. അത് കൊടുത്ത സമാധാനത്തിനാണ്. അങ്ങേരാണ് ഈ അറുങ്കൊലയ്ക്ക് മുഴുവൻ നേതൃത്വം ഇരിക്കട്ടെ, ആ വിഷയം അതല്ല. പക്ഷേ അവിടെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ, ചിന്തിക്കുന്ന സാംസ്കാരിക നായകന്മാരുടെ ഇടയിൽ വീണ്ടും അവരുടെ ഉള്ളിൽ ഈ ശക്തമായൊരു വിചാരം വളർന്നു തുടങ്ങിയിരിക്കുന്നു. അത് നിലയുറപ്പിക്കും എന്ന തോന്നലിലേക്ക് എത്തുമ്പോഴാണ് ഈ വൻതോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. ഗ്രാമീണ ബാങ്ക്, ഫോർഡ് ഫൗണ്ടേഷനും ക്ലിന്റൺ ഫൗണ്ടേഷനും ഒക്കെ അകമഴിഞ്ഞ് നൽകിയ കോടാനുകോടി ഡോളർ ഉപയോഗിച്ചുകൊണ്ട്, ഇസ്ലാമിക് ബാങ്ക് ലോക ഇസ്ലാമിക മത സാമ്പത്തിക കേന്ദ്രങ്ങൾ കൈയയച്ച് നൽകിയ പണത്തിന്റെ പിൻബലം കൊണ്ട്, ഹിസ്ബുത്ത് പോലെയുള്ള സംഘടനകൾ, ടെറാറെ പോലുള്ള സംഘടനകൾ അവരുടെ മതഭീകര പ്രവർത്തനത്തിലൂടെ, ഇതിനെല്ലാം അപ്പുറത്ത് നാഷണൽ എൻഡോമെന്റ് ഫോർ ഡെമോക്രസി പോലെയുള്ള NGOs കാലങ്ങളായി നടത്തിയ പരിശീലനങ്ങളിലൂടെ അതിനെ അട്ടിമറിക്കുക ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, പാകിസ്ഥാനിൽ സിന്ധു പ്രവിശ്യയിലും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളെ നമുക്കറിയാം. ബംഗ്ലാദേശിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ആകത്തുള്ള ഒരു മുന്നേറ്റത്തിനുള്ള അരങ്ങൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർത്തും നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല. അത് വീണ്ടും തിരിച്ചു വരിക തന്നെ ചെയ്യും, അതൊരു സംശയമില്ല, തിരിച്ചു വരിക തന്നെ ചെയ്യും. അപ്പൊ അതിനെ തകർക്കാനുള്ള പരിശ്രമം ആഗോള ശക്തികളും അതേപോലെ ഇസ്ലാമിക ഭീകര ശക്തികളും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പിന്തുണയോടുകൂടി, ഞാൻ ഈ നേരത്തെ പറഞ്ഞ നാഷണൽ എൻഡോമെന്റ് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന ഈ NGO, ഈ ഭീകര പരിശീലനങ്ങളൊക്കെ നടത്തുന്ന, സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള പരിശീലനം നൽകുന്ന, പ്രസംഗിക്കുമ്പോൾ ഊന്നേണ്ടത് ഏത് വാക്കിലാണെന്ന് പ്രസംഗിക്കുന്ന, മുദ്രാവാക്യം വിളിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന, മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഡോള് കൊട്ടേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന വലിയ ക്യാമ്പുകളൊക്കെ നടത്തി. അതൊക്കെ നമ്മുടെ ഭാരതത്തിലും നടത്തിയിരുന്നു. JNUലൊക്കെ ആസാദി മുദ്രാവാക്യമൊക്കെ വരുമ്പോൾ ഈ പാറ്റേൺ നമുക്ക് കാണാം. ആ പാറ്റേൺ അനുസരിച്ചുള്ള പരിശീലനങ്ങൾ നടത്തി അതിനെ അടിച്ചമർത്താൻ കൂടിയിട്ടാണ് നടത്തി. അതുകൊണ്ടാണ് അവരുടെ ആക്രമണങ്ങളുടെ രീതി നോക്കൂ. സെപ്റ്റംബർ മാസം അവസാനം ഢാക്ക യൂണിവേഴ്സിറ്റിയിലെ മധുർ ക്യാൻറ്റീൻ ആക്രമിക്കപ്പെട്ടു. ഢാക്ക യൂണിവേഴ്സിറ്റിയോളം തന്നെ പഴക്കമുള്ളതാണ് മധുർ ക്യാൻറ്റീൻ. മധുർ ക്യാൻറ്റീൻ മധുസൂദൻ ഡേ എന്ന് പറയുന്നതായ 71 പോരാട്ട കാലത്ത് മുക്തിവാഹിനിയോടൊപ്പം ചേർന്ന് നിന്ന് ബംഗ്ലാദേശിന്റെ മുക്തിക്ക് വേണ്ടി പൊരുതിയതിന്റെ പേരിൽ ജമായത്തെ ഇസ്ലാമിക്കാരെ വധശിക്ഷയ്ക്ക് വിധിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ക്യാൻറ്റീനാണ്. ആ ക്യാൻറ്റീൻ്റെ ഉള്ളിലേക്കാണ് ഒരു പശുവിനെ കൊണ്ടുവന്ന് ഗോഹത്യ നടത്തി ബീഫ് വിതരണം ചെയ്തുകൊണ്ട് ആക്രമണം നടത്തിയത്. അപ്പൊ എവിടേക്കാണ് ആക്രമണത്തിന്റെ കുന്തമുന പോകുന്നതെന്ന് നോക്കൂ. അപ്പോൾ അവിടെയും അതിശക്തമായ വികാരം, ആ വികാരത്തിന് യൂണിവേഴ്സിറ്റികളിൽ ഒരു വിഭാഗം കുട്ടികളെങ്കിലും തയ്യാറാകുന്നു. അതിനൊക്കെ എതിരായിട്ട് കൂടിയാണ് ഈ വലിയ അട്ടിമറി നടന്നത്. ഇങ്ങനൊരു വലിയൊരു വൈചാരിക പരിസരം ഇതിനുണ്ട് എന്ന് പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് വായു പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പം കാണുന്ന ഈ പ്രശ്നങ്ങളോ, പാകിസ്ഥാനിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഭീകരതയോ, ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന അരാജകത്വമോ
ബംഗ്ലാദേശിൽ എന്തെങ്കിലും ഭരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ചീഫ് അഡ്വൈസർ എന്നൊക്കെ പറഞ്ഞിരിക്കുക. ഈ ചീഫ് അഡ്വൈസർ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഇങ്ങോട്ട് അഡ്വൈസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പട്ടാളത്തെ അഡ്വൈസ് ചെയ്യുകയാണോ, അവിടുത്തെ ജമായത്ത് ഇസ്ലാമിയെ അഡ്വൈസ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഹിസ്ബത്തുൽ ടെററെ അഡ്വൈസ് ചെയ്യുകയാണോ? ഏതായാലും ഭരണമില്ലാത്തൊരു അരാജകത്വാവസ്ഥ നിലനിൽക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് അമേരിക്കയിലെ ഭരണ വ്യതിയാനം. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മുമ്പേ മുതലേ തന്നെ സജീവമായിക്കൊണ്ടിരുന്ന, ഉണർന്നുകൊണ്ടിരുന്ന ഒരു ഭാരതീയ സംസ്കാരത്തിൻ്റെ സ്വാധീനം ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ശക്തമായി പുറത്തു വരും എന്ന് തന്നെയാണ്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, എനിക്ക് നിരാശയില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. ആത്മവിശ്വാസക്കുറവിൻ്റെയും ഒരാവശ്യവുമില്ല. നമ്മുടെ കൺമുമ്പിൽ ഒരു കാലത്ത് അസംഭവ്യമെന്ന് പറഞ്ഞത് വലുതും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തിനാണ് നിരാശപ്പെടേണ്ടത്, ദുഃഖിക്കേണ്ടത്? ഭാരതം ചിരന്തനമാണ്. ടോയൻബി ഒക്കെ പറഞ്ഞതുപോലെ ലോകം തകരാതിരിക്കണമെങ്കിൽ ഭാരതം രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് നിയതിയുടെ നിശ്ചയം കൂടിയാണ് അത്. ഞാൻ പറഞ്ഞൊരു 1000 വർഷമായിട്ട് തുടർന്നു വരുന്നൊരു നരേറ്റീവ് വാറുണ്ട്. ആ നരേറ്റീവ് വാറിൽ മുഖ്യമായിട്ടുള്ള ഒരു വാദം ഈ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് ഭാരതം ഒരു രാഷ്ട്രമല്ല. അതൊരു നരേറ്റീവാണ്. ഭാരതം ഒരു രാഷ്ട്രമല്ല. ഭാരതം ഒരു രാഷ്ട്രമാകുന്നതെപ്പോ? അത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ്. അവരിങ്ങനെ ഉണ്ടംപൊരി ഉണ്ടാക്കുന്നത് പോലെ ഉരുട്ടിപ്പിടിച്ച് രാഷ്ട്രമാക്കി നിങ്ങൾക്ക് തരികയാണ് ചെയ്തത് എന്നാണ്. അത് വിശ്വസിക്കുന്ന പലരും ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഒരു നരേറ്റീവാണ്. ഇടത് ഈ പുരോഗമനവാദികളെന്ന് പറയുന്ന ആൾക്കാരുടെയൊക്കെ മനസ്സിലെ വിചാരം അതാണ്. ഭാരതത്തിൻ്റെ ഭരണം ആദ്യം കൈയാളിയ പ്രധാനമന്ത്രി പറഞ്ഞതും ഏതാണ്ട് അതിനനുകൂലമായ ഒരു വസ്തുതയാണ്. വി ആർ എ നേഷൻ ഇൻ മേക്കിംഗ്. നമ്മൾ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്ന പ്രയോഗം പോലും ഭാരതം രാഷ്ട്രമല്ല, അല്ലെങ്കിൽ അല്ലായിരുന്നു എന്ന വാദമാണ്. ഭാരതം എങ്ങനെയാണ് രാഷ്ട്രമല്ലാതിരിക്കാൻ? ഏതാണ് അതിൻ്റെ ഒരു ഗ്രാൻഡ് നരേറ്റീവ്? ശരിയായ നരേറ്റീവ് ഏതാണ്? ഇവർ പറയുന്ന ഈ രാഷ്ട്രമല്ല എന്ന വാദമാണോ? അല്ലല്ലോ. ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രേ ചൈവ ദക്ഷിണം വർഷം തത് ഭാരതം നാമ ഭാരതീയത്ര സന്തതി. എത്ര വർഷങ്ങൾക്ക്, എത്ര ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാരതം ഒരു രാഷ്ട്രമായിരുന്നു. ഹിമാലയം മുതൽ സമുദ്രം വരെയുള്ള ആ രാഷ്ട്രത്തിൻ്റെ അതിരളവുകൾ വരെ അടയാളപ്പെടുത്തിയവരാണ് നമ്മുടെ പൂർവികന്മാർ. ഭാരതം ഉണ്ടായിരുന്നു. ഈ ഭാരതം എന്ന പദം ഇന്നും കൃത്യമായി കണക്ക്, ചരിത്രം പറഞ്ഞ് തെളിയിക്കാൻ കഴിയാത്ത പഴക്കമുള്ള, വേദങ്ങളിൽ പരാമർശിക്കപ്പെടുന്നു. ഭാസിൽ രതിയുള്ള, ഭാസ് എന്ന് പറഞ്ഞാൽ പ്രകാശം, ഭാസ് എന്ന് പറഞ്ഞാൽ വിജ്ഞാനം, അറിവ്, അതിൽ രതി, അതിൽ ആനന്ദമുള്ളവർ വസിക്കുന്ന ഇടമെന്ന അർത്ഥം വരുന്ന വിധത്തിൽ അഗ്നിയെപ്പോലെ ജപിക്കുന്ന ജ്ഞാനഭിക്ഷുക്കൾ, ജ്ഞാനദാഹികളായ യുവാക്കൾ ജീവിക്കുന്ന പ്രദേശം എന്ന അർത്ഥത്തിൽ വേദങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഭാരതം, ആ ഭാരതത്തെക്കുറിച്ചാണ് ബ്രിട്ടീഷുകാർ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത്. ഇതൊരു രാഷ്ട്രമല്ല. അതിനെ പിൻപറ്റിക്കൊണ്ടാണ് ഭാരതത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യയശാസ്ത്രത്തിൽപ്പെട്ട ആളുകളിൽ ഒരു ഉദാഹരണം മുമ്പും പറഞ്ഞോന്ന് എനിക്കറിയില്ല. സാഗരിക ഘോഷ് എന്ന് പറയുന്ന ഒരു TMC പ്രവർത്തകയുണ്ട്. TMCയിൽ ചേരുന്നതിന് തൊട്ട് മുമ്പ് വരെ സ്വതന്ത്ര പത്രപ്രവർത്തകരായിരുന്നു. നമ്മുടെ MV നികേഷിനെയൊക്കെ പോലെ സ്വതന്ത്ര പത്രപ്രവർത്തകർ. അപ്പോൾ ഈ സ്വതന്ത്ര പത്രപ്രവർത്തക ഒരു ട്വീറ്റ് ചെയ്തു. ഭാരതത്തിൻ്റെ 75-ാം വർഷം, സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷ ആഘോഷത്തോടനുബന്ധിച്ച് ഇപ്പോഴത്തെ നമ്മുടെ സമാദരണീയായ പ്രധാനമന്ത്രി ലോകമാസകലം സഞ്ചരിച്ച് ഈ 75-ാം വർഷത്തിൻ്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞ് ഭാരതത്തിൻ്റെ ആ ചിരപുരാതനത്വവും നിത്യനൂതനത്വത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ സഹി കെട്ടിട്ട് സാഗരിക ഘോഷ് അന്നൊരു ട്വീറ്റ് ചെയ്തു. അരയോ ബാബ, where was your India before Britain came here? It was just a landmass in between Burma and Afghanistan. ബർമയ്ക്കും അഫ്ഗാനിസ്ഥാനും പോലും പേരുണ്ട് അവരുടെ ചരിത്ര പഠനത്തിൽ. ഭാരതത്തിന് പേരില്ല, ഇന്ത്യക്ക് പേരില്ല. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ബർമയ്ക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ഒരു ഭൂഖണ്ഡം മാത്രമായിരുന്നു, ലാൻഡ് മാസ് മാത്രമായിരുന്നു ഭാരതം. ഇന്ത്യ ആയത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ്. നമ്മുടെ എറണാകുളംകാരൻ തന്നെയായ, നിങ്ങൾ എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് അറിയില്ല, സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ എൻ്റെ ഒരു സുഹൃത്ത് അതിനൊരു മറുപടി എഴുതി. ശരിയാണ് മാഡം, അതുകൊണ്ടാണല്ലോ ബ്രിട്ടീഷുകാർ വരുമ്പോൾ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് അവരതിൻ്റെ പേരിട്ടത് ബ്രിട്ടീഷ് ഈസ്റ്റ് ലാൻഡ് മാസ് ഇൻ ബിറ്റ്വീൻ ബർമ ആൻഡ് അഫ്ഗാനിസ്ഥാൻ കമ്പനി എന്ന്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് ബ്രിട്ടീഷുകാരൻ പേരിടണമെങ്കിൽ ബ്രിട്ടീഷുകാരൻ വരുന്നതിന് മുമ്പ് ഉണ്ടാവണം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് ഡച്ചുകാരൻ പേരിടണമെങ്കിൽ ഡച്ചുകാരുണ്ടാവുന്നതിന് മുമ്പ് ആ ഇന്ത്യ ഉണ്ടായിരുന്നു. ഇവിടേക്ക് പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പും മുഗളന്മാർ വരുന്നതിന് മുമ്പും ഗ്രീക്കുകാർ വരുന്നതിന് മുമ്പും എന്തുകൊണ്ട് സെയിന്റ് അവസ്ഥയിൽ ഇന്ദിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു? എത്ര ആയിരം വർഷം പഴക്കമുള്ള ഗ്രന്ഥമാണ് സെയിന്റ് അവസ്ഥ. സാരതുഷ്ടന്മാരുടെ ആധാരഭൂത ഗ്രന്ഥം.
അതിൽ പറയുന്നുണ്ട് ഇന്ത്യനെ കുറിച്ച്. അപ്പോൾ ഒരു നറേറ്റീവിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്, ഒന്നിനെ കുറിച്ച് മാത്രം. ഭാരതം ഒന്നല്ല എന്ന് ആവർത്തിച്ച് പറയാൻ ചിലരുണ്ടാക്കിക്കൊണ്ടുവന്നൊരു നറേറ്റീവാണ് കട്ടിംഗ് സൗത്ത്. അതിനുവേണ്ടി ഇവിടെ ഒരു വലിയ എറണാകുളത്തൊരു വലിയ പരിപാടി പോലും നടത്തി. മുഖ്യമന്ത്രി നേരിട്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈനിലൂടെയാണോ നേരിട്ടാണോ എന്നറിയില്ല. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മഹാപുരുഷനാണ്, കിം പുരുഷനാണ് അദ്ദേഹം അതിന് കീനോട്ട് അഡ്രസ് നടത്തി. എന്താ പരിപാടി? കട്ടിംഗ് സൗത്ത് ഫ്രം വേർ മാൻ. എവിടുന്നാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടത് സൗത്തിനെ? ഏത് സൗത്തിനെയാണ് നിങ്ങൾ കട്ട് ചെയ്യാൻ പോകുന്നത്? ഭാരതത്തെ ഒന്നാക്കാൻ കാൽനടയായി ഭാരതം ആസകലം സഞ്ചരിച്ച് 4 അതിരുകളിലും ഭാരതത്തിന്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ രക്ഷാദുർഗം എന്ന വണ്ണം ചതുർമഠങ്ങൾ സ്ഥാപിച്ച കേരളീയനായ ശങ്കരാചാര്യരുടെ കേരളം ഉൾപ്പെടുന്ന ദക്ഷിണ ഭാരതത്തെയാണോ ഉത്തര ഭാരതത്തിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടത്? മധ്വന്റെ രാമാനുജന്റെ ദക്ഷിണ ഭാരതത്തെയാണോ നിങ്ങൾക്ക് ഉത്തരഭാരതത്തിൽ നിൽക്കാൻ സാധിക്കുമോ? നിങ്ങൾക്കുള്ള ഉത്തരം 1916 ബാബാ സാഹേബ് അംബേദ്കർ, അദ്ദേഹത്തിന്റെ നറേറ്റീവാണ് ഏറ്റവും പ്രധാനം. അതാണ് ഗ്രാൻഡ് നറേറ്റീവ് ഭാരതത്തിന്റെ ഐക്യത്തെക്കുറിച്ച്. ബാബാ സാഹേബ് അംബേദ്കർ കൊളംബിയ യൂണിവേഴ്സിറ്റി വാസ് ഹിസ് അൽമ മാറ്റർ. അദ്ദേഹം അവിടെയാണ് പഠിച്ചത്. 1916 അവിടെ അദ്ദേഹം ഒരു ആന്ത്രോപോളജിക്കൽ സെമിനാറിൽ സംബന്ധിച്ചു. ആ ആന്ത്രോപോളജിക്കൽ സെമിനാറിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോകം മുഴുവൻ അസൂയപ്പെടുന്ന ഒരു ജോഗ്രഫിക്കൽ യൂണിറ്റി ഉണ്ട് ഭാരതത്തിൽ. ജോഗ്രഫിക്കൽ യൂണിറ്റ്, ഭൂമിശാസ്ത്രപരമായ ഏകത, തെക്ക് മുതൽ വടക്കു വരെ, ഹിമാലയം വരെ. അദ്ദേഹം സംസ്കൃത ശ്ലോകം ഉദ്ധരിച്ചില്ലെങ്കിലും പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകമാണ്, ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രേ ചൈവ ദക്ഷിണ. ആ ഒരു ജോഗ്രഫിക്കൽ യൂണിറ്റിക്കുള്ള കാരണം എന്താണ്? അതാണ് ഏറ്റവും പ്രധാനം. കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഹിയർ there is an indubitable cultural unity spreads from end to end. ഭാരതത്തിന്റെ തെക്കേ മുനമ്പ് മുതൽ ഹിമാലയത്തിന്റെ ഉത്തുംഗ ഗിരി വരെയുള്ള ഒരു സാംസ്കാരിക ഏകതയുണ്ട്. അദ്ദേഹം ഉപയോഗിച്ച വിശേഷണം ഇൻഡ്യൂബിറ്റബിൾ കൾച്ചറൽ യൂണിറ്റി ഓഫ് ഭാരത്. ഇതാണ് ഗ്രാൻഡ് നറേറ്റീവ്. ഭാരതം എന്ന സ്വത്വം, ഭാരതത്തിന്റെ സംസ്കാരം എന്ന വസ്തുത, ഭാരതത്തിന്റെ തനിമ, അതിനെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമ്പോഴാണ് ഒരു ഗ്രേറ്റർ ഭാരതത്തിന് ആവശ്യമായ ഒരു ഗ്രാൻഡ് നറേറ്റീവായി നമുക്ക് മുന്നോട്ട് വരാൻ കഴിയുള്ളൂ. അതാണ് ഭാരതത്തെ ശക്തമായ രാഷ്ട്രമാക്കാനുള്ള വഴി എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.